നമസ്കാരം, ഏവിയോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് എയ്റോപ്ലെയിൻ്റെ മെയിൻ ബോഡി പാർട്സിനെ കുറിച്ചാണ്. ഇവയിൽ ഉൾപ്പെടുന്നവയാണ് റഡോം, ഫ്യൂസലേജ്, വിങ്സ്, എംബനേജ്, പവർ പ്ലാന്റ്, ലാൻഡിംഗ് ഗിയർ എന്നിവ. നമുക്ക് ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യമായി റഡോം. ഈ സെഷൻ എയ്റോപ്ലെയിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗമാണ്, അതായത് നോസ് കോൺ. ഇവിടെയാണ് സാധാരണയായി എയ്റോപ്ലെയിൻ്റെ വെതർ റഡാർ ആൻറ്റിന, ലോക്കലൈസർ ആൻറ്റിന, അതുപോലെ ഗ്ലൈഡ് സ്ലോപ്പ് ആൻറ്റിനയും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റഡോം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ആൻറ്റിനകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതുമായ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലുകളെ ഇൻ്റർഫറൻസ് ചെയ്യാത്ത മെറ്റീരിയൽ വെച്ചിട്ടാണ്. കൂടുതലായും പോളിയൂറത്തൈൻ ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്യൂസലേജ്. ഒരു എയ്റോപ്ലെയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി പാർട്ടാണ് ഫ്യൂസലേജ്. ഈ ഫ്യൂസലേജിലാണ് ക്രൂ മെമ്പേഴ്സിനെയും പാസഞ്ചേഴ്സിനെയും അതുപോലെ കാർഗോയും അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്യൂസലേജുകൾ തന്നെയാണ് വിങ്സിനും ടെയിൽ അസംബ്ലിക്കും ഒരു സ്ട്രക്ചറൽ കണക്ഷൻ കൊടുക്കുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അലൂമിനിയം അലോയ് ഉപയോഗിച്ചിട്ടാണ്. കാരണം ഈ മെറ്റീരിയൽ ലൈറ്റ് വെയ്റ്റും അതുപോലെ കൊറോഷൻ റെസിസ്റ്റൻറ്റുമാണ്. ചില എയ്റോപ്ലെയിനിൽ ഫ്യൂസലേജിലും ഫ്യൂവൽ ടാങ്ക് ഉണ്ടാകാറുണ്ട്. അവയെ സെൻട്രൽ ടാങ്ക് എന്ന് പറയുന്നു. എയർബസ് A320, A330, ബോയിങ് 737, ബോയിങ് 747 ഇവ ചില ഉദാഹരണങ്ങളാണ്. വിങ്സ്. വിങ്സുകളാണ് ഒരു എയ്റോപ്ലെയിൻ വായുവിൽ ഉയരുവാൻ സഹായിക്കുന്നത്. ഇതാണ് എയ്റോപ്ലെയിൻ്റെ സപ്പോർട്ടിംഗ് സർഫസ്. വിങ്സിനെ മെയിൻ പ്ലെയിൻ എന്നും പറയുന്നു. വിങ്സിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ലീഡിംഗ് എഡ്ജ് എന്നും പുറകുഭാഗത്തെ ട്രെയിലിംഗ് എഡ്ജ് എന്നും പറയുന്നു. ഈ വിങ്സിലാണ് എയ്റോപ്ലെയിൻ്റെ പ്രൈമറി കൺട്രോൾ സർഫസായ എലറോൺസ് ഉള്ളത്. ഇത് പ്ലെയിനെ റോൾ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ സെക്കൻഡറി കൺട്രോൾ സർഫസുകളായ സ്പോയിലേഴ്സ്, ഫ്ലാപ്പ്, സ്ലാറ്റ്സ് എന്നിവയും വിങ്സിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നു. പ്ലെയിൻ്റെ ഫ്യൂസലേജിൽ വിങ് ജോയിൻ ചെയ്യുന്ന ഭാഗത്തെ വിങ് റൂട്ട് എന്നും ഫ്യൂസലേജിൽ നിന്നും അകന്നു നിൽക്കുന്ന ഭാഗത്തെ വിങ് ടിപ്പ് എന്നും പറയുന്നു. വിങ്സിലാണ് പല എയ്റോപ്ലെയിൻ്റെയും എൻജിൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മിക്ക എയ്റോപ്ലെയിൻ്റെയും ഫ്യൂവൽ ടാങ്ക് സ്ഥാപിച്ചിരിക്കുന്നതും ഈ വിങ്സിനുള്ളിലാണ്. വിങ്ങുകളെ ഫ്യൂസലേജിൽ ഫിറ്റ് ചെയ്യുന്ന പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ അവയെ ഹൈ വിങ്, ഷോൾഡർ വിങ്, മിഡ് വിങ്, ലോ വിങ് എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഇനി എയ്റോപ്ലെയിൻ്റെ പുറകുഭാഗത്തേക്ക് വരുമ്പോൾ എയ്റോപ്ലെയിൻ്റെ ടെയിൽ ഭാഗത്തെ എംബനേജ് എന്നാണ് പറയുന്നത്. ഇവിടെയാണ് പ്ലെയിൻ്റെ സ്റ്റെബിലൈസിംഗ് സർഫസുകൾ ഉള്ളത്, അതായത് ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ. ഇതിനെ ടെയിൽ പ്ലെയിൻ എന്നും വിളിക്കുന്നു. രണ്ടാമതായി വെർട്ടിക്കൽ സ്റ്റെബിലൈസർ. ഈ രണ്ട് സ്റ്റെബിലൈസറുകളും ആക്ട് ചെയ്യുന്നത് ഒരു അമ്പിലെ അതിൻ്റെ പുറകിലുള്ള തൂവലിൻ്റെ സെയിം ഫംഗ്ഷനാണ്. അതായത് എയറിൽ സ്റ്റെബിലിറ്റി കൊടുക്കുക എന്നതാണ് ഇതിൻ്റെ ധർമ്മം. ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറിൽ പ്രൈമറി കൺട്രോൾ സർഫസായ എലിവേറ്റർ ഉള്ളത്. ഇതാണ് എയ്റോപ്ലെയിൻ്റെ പിച്ച്, അതായത് നോസ് അപ്പ് ഓർ നോസ് ഡൗൺ കൺട്രോൾ ചെയ്യുന്നത്. വെർട്ടിക്കൽ സ്റ്റെബിലൈസറിലാണ് റഡർ ഉള്ളത്. ഇതാണ് എയ്റോപ്ലെയിനെ യോ ചെയ്യാൻ സഹായിക്കുന്നത്. ചില എയ്റോപ്ലെയിനിൽ, അതായത് എയർബസ് A330, A340, A380, ബോയിങ് 747-400 എയ്റോപ്ലെയിനുകളിൽ അവിടെ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറുകളിൽ ഫ്യൂവൽ ടാങ്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഇവയെ ട്രിം ടാങ്ക് എന്നും വിളിക്കുന്നു. പവർ പ്ലാന്റ്. എയ്റോപ്ലെയിൻ്റെ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് അതിൻ്റെ എൻജിനെയാണ്. ഒരു പ്ലെയിന് അതിന് മുൻപോട്ട് കുതിക്കാനുള്ള ശക്തി കൊടുക്കുന്നത് ഈ പവർ പ്ലാന്റുകളാണ്. പ്ലെയിനിൽ എൻജിൻ ഫിറ്റ് ചെയ്തിരിക്കുന്ന പ്രധാനമായും വിങ്സിലും പിന്നെ എയ്റോപ്ലെയിൻ്റെ ഫ്യൂസലേജിലുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ വിങ് മൗണ്ടഡ് എഞ്ചിൻ എന്നും ഫ്യൂസലേജ് മൗണ്ടഡ് എഞ്ചിൻ എന്നും പറയുന്നു. വിങ് മൗണ്ടഡ് എഞ്ചിനുകളെ അണ്ടർ വിങ് മൗണ്ടഡ് എഞ്ചിനുകളെന്നും, എക്സാമ്പിൾ A320, ബോയിങ് 737. ഓവർ വിങ് മൗണ്ടഡ് എഞ്ചിൻ എന്നും പറയുന്നു. എക്സാമ്പിൾ ഫോക്കർ 614, ഹോണ്ട ജെറ്റ് HA420. അവസാനമായി ലാൻഡിംഗ് ഗിയർ. ഒരു എയ്റോപ്ലെയിൻ്റെ ലാൻഡിംഗ് ഗിയർ എന്ന് പറയുന്നത് വീൽ അസംബ്ലി, ഷോക്ക് സ്ട്രട്ട്, ബ്രേക്കിംഗ് സിസ്റ്റം, എക്സ്റ്റൻഷൻ, റിട്രാക്ഷൻ ആൻഡ് സേഫ്റ്റി ഡിവൈസസ്, ഗിയർ അലൈൻമെൻറ്റ് യൂണിറ്റ്, സ്റ്റിയറിംഗ് കൺട്രോൾ എലമെൻറ്റ്സ് ഇവയെല്ലാം ചേർന്ന ഫുൾ അസംബ്ലിയെയാണ് ലാൻഡിംഗ് ഗിയർ എന്ന് പറയുന്നത്. ഒരു ലാൻഡിംഗ് ഗിയറിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എയ്റോപ്ലെയിൻ്റെ എൻറ്റയർ വെയ്റ്റിനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ്. ലാൻഡിംഗ് സമയത്തും അതുപോലെ ഗ്രൗണ്ട് ഓപ്പറേഷനിലും. ഇതുകൂടാതെ ടാക്സിങ്, ടേക്ക് ഓഫ്, ലാൻഡിംഗ് സമയത്ത് എയ്റോപ്ലെയിന് ഒരു സസ്പെൻഷനും ലാൻഡിംഗ് ഗിയർ പ്രൊവൈഡ് ചെയ്യുന്നു. കോമൺ ആയി കൊമേഴ്സ്യൽ എയ്റോപ്ലെയിനുകളിൽ കാണുന്നത് ട്രൈസൈക്കിൾ ലാൻഡിംഗ് ഗിയർ ആണ്. ഈ ലാൻഡിംഗ് ഗിയർ എന്നത് മെയിൻ ലാൻഡിംഗ് ഗിയറും നോസ് ലാൻഡിംഗ് ഗിയറും ചേർന്നതാണ്.
പ്രധാനമായും ലാൻഡിംഗ് ഗിയർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പ്രൈമറി എയർക്രാഫ്റ്റ് സ്ട്രക്ചറിലാണ്, അതായത് വിങ്സിലും അതുപോലെ ഫ്യൂസലേജിലും. നോസ് ഗിയർ ഫ്യൂസലേജിൻ്റെ അടിയിലായി ഫ്രണ്ട് ഭാഗത്തും, മെയിൻ ഗിയർ സാധാരണയായി ലൊക്കേറ്റ് ചെയ്യുന്നത് ഇടതും വലതുമായി വിങ്ങിൻ്റെ അടിഭാഗത്തുമാണ്. എന്നാൽ എയർബസ് A380 പോലുള്ള വലിയ എയ്റോപ്ലെയിനുകളിൽ ബോഡി ലാൻഡിംഗ് ഗിയറുകളും കാണാൻ കഴിയുന്നവയാണ്. ചില എയ്റോപ്ലെയിനുകളിൽ, അതായത് ATR മോഡലുകളിൽ മെയിൻ ലാൻഡിംഗ് ഗിയറുകൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഫ്യൂസലേജിലാണ്. എയ്റോപ്ലെയിനുകളിൽ നോസ് ലാൻഡിംഗ് ഗിയർ ആണ് സ്റ്റിയർ ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് ഒരു എയ്റോപ്ലെയിൻ്റെ മെയിൻ ബോഡി പാർട്സും അതിൻ്റെ പ്രത്യേകതകളും.